ക്ലാസ്സില്ലാത്തതുകൊണ്ട് തന്നെ പയ്യെ ഉറക്കണച്ച് പല്ലും തേച്ച് പുറത്തു നോക്കിയപ്പോഴാ പെങ്ങളെന്ന് വെള്ളം ഒഴിക്കുന്നു. ആത്മാർത്ഥമൊന്നുമല്ല, അമ്മ പറഞ്ഞതിന് വേണ്ടിയിട്ട്. പല്ല് രേജസ്ഥയ്ക്ക് കാപ്പി കുടിക്കണമല്ലോ. അമ്മ അടുക്കളയ്ക്ക് 2 ദോശയും ചുട്ട് ഇന്നത്തെ വാക്കിയൊന്നും ചിക്കൻ്റെ ഗ്രേവി ഒന്നും ചൂടാക്കി അത് രണ്ടും കൂടെ ഒത്തി രാവിലെയും കഴിച്ചു. എൻ്റെ വീട്ടിലുള്ളവരെ സംബന്ധിച്ച് ഞാൻ ഈ പഠിക്കുന്നത് വളരെ അപൂർവമായൊരു കാര്യമാണ്. എക്സാം അടുക്കുമ്പോൾ മാത്രമുള്ളൊരു ആത്മാർത്ഥതയാണ് ഇത് കണ്ടുവരുന്നത്. എന്തായാലും എൻ്റെ പഠിത്തം കണ്ടിട്ടാണെന്നറിയില്ല, കറഞ്ഞ ഉള്ളി സഹിച്ചില്ല. പുറത്താണെങ്കിൽ നല്ല മഴയും ഉണ്ടായിരുന്നു. ഞാനന്ന് അടുക്കളയിൽ ചെന്നപ്പോഴത്തേക്കും നീ കുഞ്ചിട്ട് ചെയ്യും. പിന്നെ കൊഞ്ച് കറിയാക്കാന്നുള്ള മൈൻഡിൽ ഞാൻ കുറെ സവാളയും വെളുത്തുള്ളി എല്ലാം കൊണ്ട് വാരി വിട്ടുകൊണ്ട് വഴറ്റി. അങ്ങനെ വഴറ്റിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇതേ സൈഡിൽ ഇരുന്നിട്ട് നിന്നെ കൊണ്ടത് പറ്റില്ല, അങ്ങോട്ട് മാറി പെണ്ണിന്നും പറഞ്ഞ അമ്മ അങ്ങോട്ട് അടുക്കള കയറി. പിന്നെ പറയണ്ടല്ലേ, ഇന്നത്തെ പോലെ കൈ കിട്ടിയ കൂടെ പൊടികളാണ് വാരിയിട്ട് കറി അങ്ങ് സെറ്റാക്കി. കറിയുടെ മണോടിച്ചപ്പോൾ എവിടെ നിന്നല്ല വിശപ്പും വന്ന്. പിന്നെ കഴിച്ചിട്ട് ഞാൻ ഇരുന്ന് ഇരുട്ട് വരുന്നോണ്ട് തന്നെ അമ്മ വരുന്നതിന് മുമ്പ് പോയി ഒരു കുഴി അങ്ങ് പാസ്സാക്കി. അമ്മ വരുമ്പോ നല്ല കുട്ടി അഴിഞ്ഞല്ലോ, കാര്യമായിട്ട് പഠിക്കുന്ന പോലെ ഇരുന്ന് അഭിനയിച്ച്. 8 മണിയാകുമ്പോഴത്തേക്ക് അമ്മ വന്നു. അമ്മയ്ക്ക് കുടിക്കാനുള്ള ചായയായിട്ട് പൊന്നു. വീട്ടിലിട്ട് കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി അമ്മയുടെ നിന്ന് പൈസയും വാങ്ങി ഞാനവളും കൂടെ അങ്ങോട്ട് വണ്ടിയിൽ സ്റ്റാർട്ട് ചെയ്തോട്ട് നടക്കും ഇറങ്ങി. അങ്ങനെ കരയെത്തി സാധനവും വാങ്ങി വീട്ടിലും തിരിച്ചെത്തി. ബാക്കി ഇരുന്ന് പഠിച്ചു. എക്സാമല്ലേ നാളെ, ബാക്കി നാളെ കണ്ടറിയാം. 10 തെറ്റാ ബൈ.